ഹലോ നമസ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങുക കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടാ യൂട്യൂബ് ഇട്ടിട്ട് ഷോർട്ടുകളാണ് ഇടാറ്. ലീലാസ് ഗൾഫ് ലൈവ് എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ സൂറിയിൽ നിന്ന് തിരിച്ച് റൂമിൽ വന്ന് വീണ്ടും ഫ്ലൈറ്റിൽ താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം അമ്പലത്തിൽ പോകട്ടോ. വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകുമ്പോൾ ടാക്സിക്കാരനെ വിളിക്കും, പോവും, അമ്പലത്തിൽ പോയി തൊഴും. അടുത്ത് തന്നെ പള്ളിയുണ്ട്, പള്ളിയിലും പോയി തൊഴും, പള്ളിയിലും പോവും, പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊള്ളും. അത് കഴിഞ്ഞ് വീണ്ടും വരും. പിന്നെ അങ്ങനെ അവിടങ്ങളിൽ നമ്മൾ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, കലാപം മണിയുടെ പരിപാടികൾ വന്ന അത് കാണാൻ പോവും. പിന്നെ സിനിമ പുതിയ പടം നമ്മുടെ കേരളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഇറങ്ങും. അപ്പോൾ അത് കാണാൻ പോട്ടാ. അവിടെ അതും കാണാൻ പോകും. അവിടെയൊക്കെ കാണാൻ പോകും. പിന്നെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് മീൻ മാർക്കറ്റ് ഉണ്ട് മത്രയിൽ. അവിടെ മാർക്കറ്റിൽ പോയി അവിടുന്ന് മീനൊക്കെ വാങ്ങും. ഞങ്ങൾ കടലോരത്ത് നടക്കും. ഭംഗിയായിട്ട് സുന്ദരമായിട്ട് കടലോരത്തൊക്കെ നടന്ന് നല്ലോണം കഥകൾ വന്ന് അങ്ങനെയൊക്കെ നടക്കും. പിന്നെ മത്രയിൽ സൂക്കുണ്ട്. ആ സൂക്കിൽ പോയി കഴിഞ്ഞാൽ ആഭരണങ്ങളും എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ മത്രയിൽ സൂക്കിലുള്ളത്. അവിടെ ഓരോ കടയിൽ ഞങ്ങൾ കയറി ഇറങ്ങി കണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോണത് പുറത്ത്. അങ്ങനെ വരും. പിന്നെ പാർക്കുണ്ട് അവിടെ അടുത്ത്, പാർക്കിൽ പോവും. പാർക്കിൽ പോയി അവിടെയും ചെന്ന് പരിപാടികളൊക്കെ അവിടെ വരും. നമ്മുടെ കേരളത്തിലുള്ളവരുടെ പരിപാടി അവിടെ വരും. അവിടെ അതൊക്കെ പോയി കാണും. അങ്ങനെയൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സുനാമി വന്നതും ജനങ്ങൾ കുറേ മരിച്ചു. സുനാമി വന്നിട്ട് വെള്ളപ്പൊക്കം വരലായി, ഒഴുകി പോകലായി. ഞങ്ങൾ പോകാറുള്ള പാർക്കിൽ ശവം വന്നടിഞ്ഞു കൂടി. ജനങ്ങൾ അറബികളിരിക്കണ കാറും വീടുകളും ഒക്കെ അങ്ങോട്ട് മഴയത്ത് ഒഴുകി അങ്ങോട്ട് പോയി. അങ്ങോട്ട് അവിടെ ചെന്ന് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു കുഴപ്പമുണ്ടായില്ല. ബംഗാളികളുടെ കുടിലുകൾ മുഴുവനും കാറ്റൊക്കെ അടിച്ചു പോയി. അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലാറ്റ് ഇങ്ങനെ വിഴാറായിട്ട് കാറ്റത് ഇങ്ങനെ ചെരിഞ്ഞു വരിക. അപ്പം ഞങ്ങൾ കൂട്ടത്തോടെ നിലവിളിച്ചു. ബംഗാളികളും ഞങ്ങളും കൂട്ടത്തോടെ നിലവിളിച്ചു. എന്നിട്ട് പിന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. അതിൽ ഫ്ലാറ്റിലുള്ളവരെ മുഴുവനും ഇറക്കി. അങ്ങനെ ഭയങ്കരമായ ദുരിതങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ മലയാളികളെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയ്സന്മാര് പോയി കഴിഞ്ഞാല് രാവിലെ 7 മണിക്ക് പണിക്ക് ഇറങ്ങും. അവരുടെ യൂണിഫോം കഴുത്തിന് കീഴ്പ്പെട്ടുള്ള യൂണിഫോം ഇട്ട് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വിഷമം വരും. എന്നുവെച്ചാൽ ഭയങ്കരമായ ചൂടാണ് അവിടെ. കൈ വെച്ചപ്പോള്ളൂ അതുപോലത്തെ ചൂട്. ആ ചൂട്ടൊക്കെ അവര് നിന്ന് പണീന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒക്കെ വൈകുന്നേരമാകുമ്പോ പിന്നെ തിരിച്ച് 7 മണിക്ക് അവരവരുടെ റൂമിലേക്ക് പോകട്ടോ. അപ്പൊ ഞങ്ങള് വെള്ളം കൊടുക്കും, ജ്യൂസ് കൊടുക്കും, പഴവർഗ്ഗങ്ങള് അതൊക്കെ കൊടുക്കൂട്ടോ അവർക്ക്. അതൊക്കെ അങ്ങനെ അവർ കഴിയും. അപ്പോൾ മലയാളികൾ അവിടെ കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് സങ്കടം വരും. ജീവിക്കാൻ വേണ്ടിയിട്ട് ദൂരെ അവർ കഷ്ടപ്പെടുന്ന നാട്ടിലുള്ളവരുടെ വിചാരം എന്താ, ഭർത്താവ് ഗൾഫില്, അല്ലെങ്കിൽ ആങ്ങളെ ഗൾഫില്, അല്ലെങ്കിൽ മകൻ ഗൾഫില് എന്നും പറഞ്ഞ് ഇവിടെ സന്തോഷിച്ച് ജീവിക്കും. ഗൾഫ് ജീവിതം കണ്ടാൽ നമുക്ക് സങ്കടം വരും കേട്ടാ. ചിലര് കപ്പലണ്ടി പൊതിഞ്ഞ് കെട്ടി ഓവർ ടൈം ജോലി കഴിഞ്ഞ് വന്ന് പാലത്തിന്റെ അടിയിൽ കൊണ്ടുവച്ച് കപ്പലണ്ടി എന്ന് പറഞ്ഞ് വിക്കല്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങള്. അങ്ങനെ അപ്പൊ അങ്ങനെ അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കേട്ടാ. ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം ഗൾഫ് ജീവിതത്തിനെ കുറിച്ചിട്ട് കേട്ടാ. അപ്പൊ എല്ലാവരും പറഞ്ഞ മാതിരി ഇത് ചാറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൾഫ് രാജ്യത്തിലെ ഹൗസ് മെയ്ഡിനെ കുറിച്ചും ഗൾഫിൽ പോണവരെ കുറിച്ചും എല്ലാതും ഇങ്ങനെയൊക്കെയാണ് കേട്ടാ. അപ്പോ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടാ.